DJ Moral Stories. പാവപ്പെട്ടവന്റെ മുള കൊണ്ടുള്ള ട്രാക്ടർ. ഈ മുള കൊണ്ടുള്ള ട്രാക്ടർ നീ തന്നെ ഉണ്ടാക്കിയതാണോ? അതെ സർ. ഇത് കാണാൻ ശരിക്കും നല്ല രസമുണ്ട്. എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത്രയും വലിയ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി നല്ലോണം ചെയ്യാൻ കഴിയുമെന്ന് നീ ചെയ്തത് എന്നെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കൊള്ളാം കേട്ടോ. ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്നവരാണ് സർ. വില കൂടിയ സാധനങ്ങൾ വെച്ച് ഞങ്ങളെ കൊണ്ട് കർഷകമൊന്നും നോക്കാൻ പറ്റില്ല സർ. ഞങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ വല്ലാണ്ട് കഷ്ടപ്പെടുന്നവർ. അവരുടെ അടുത്ത് ഇങ്ങനെ ട്രാക്ടർ അല്ല ഒന്നും തന്നെ ഇല്ല സർ. അതുകൊണ്ടാണ് സാർ ഞാൻ ഇങ്ങനെ തന്നെ പ്ലാനിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. നന്നായിട്ടുണ്ടാവോ സാർ? ഒന്ന് പറയണം. അപ്പോൾ നടന്ന സംഭവമാണിത്. പ്രകാശ് ഒരു കമ്പനിയിൽ മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ ആ കമ്പനി വലിയ നഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. അതെ പ്രകാശേ, എനിക്കറിയാം നീ ഒരു നല്ല മെക്കാനിക് ആണെന്ന്. പക്ഷെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നിനക്കെന്നെ അറിയാം ഇപ്പൊ കമ്പനി വളരെ ലോസിലാണെന്ന്. നിന്നെ ജോലി വിട്ട് പറഞ്ഞേക്കതല്ലാതെ വേറെ വഴിയില്ല എനിക്ക്. എന്താ സാർ, ഞാൻ നിങ്ങളെ വിശ്വസിച്ചല്ലേ സാർ ഈ നാട്ടിലോട്ട് തന്നെ എത്തിയത്. എന്റെ അച്ഛൻ ഒരു സാധാരണ കർഷകനാണ്. എന്റെ കുടുംബത്തിലെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ തന്നെ ഇപ്പോ വല്ലാണ്ട് കഷ്ടപ്പെട്ട ഞാൻ ഈ പണി എടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ ഈ പണിയിൽ നിന്ന് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്താൽ ഞാൻ എന്താ സാർ ചെയ്യുന്നത്? അതേ പ്രകാശ്, നീ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. നീ ഒരു നല്ല മെക്കാനിക്കാണ്. ഇതിനേക്കാളും നല്ല ജോലി നിനക്ക് വേറെ എവിടെയെങ്കിലും തീർച്ചയായും കിട്ടും. എനിക്കിനി നിന്നെ ഇവിടെ ജോലിക്ക് നിർത്താൻ കഴിയില്ല മോനെ. പ്രകാശ് ഒരുപാട് സ്ഥലത്ത് ജോലി അന്വേഷിച്ചു ചെന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ജോലിയും കിട്ടിയില്ല. പിന്നെ കുറച്ചു ദിവസത്തിനകം വാടക കിട്ടാത്തത് കൊണ്ട് ഓണറും അദ്ദേഹത്തെ പുറത്താക്കി. പ്രകാശ് വളരെ സങ്കടത്തോടെ തന്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോയി. അവിടെ അദ്ദേഹത്തിന്റെ അച്ഛൻ രമാകാന്ത് കൃഷി ചെയ്യുകയാണ്. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും രമാകാന്തിനോട് അദ്ദേഹം പറഞ്ഞു. എന്താ മോനെ എന്തിനാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? ജോലിയില്ലെങ്കിൽ എന്താ, നമുക്ക് സ്വന്തമായിട്ടൊരു കൃഷിയില്ല മോനെ. നീ എന്റെ കൂടെ നിന്ന് കൃഷി നോക്ക്, എനിക്കൊരു സഹായമായല്ലോ. എന്താ അച്ഛാ, ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാ. എങ്ങനെയാച്ചാ ഞാൻ എങ്ങനെയാച്ചാ നിങ്ങളെ ഒരു സഹായമായിട്ട് തന്നെ കൂടെ ഇരുത്താൻ പറ്റുന്നേ? അതിന് നീ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, നടക്കുന്നതൊക്കെ നല്ലതിനാ മോനെ. നിനക്കിപ്പോ ജോലി പോയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിനക്ക് നല്ലത് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരർത്ഥം. പ്രകാശിന് നന്ദി പറഞ്ഞിട്ട് രമാകാന്ത് തന്റെ പാടത്തേക്ക് ചെന്നു. പക്ഷേ പ്രകാശ് വളരെ സങ്കടത്തോടെ അവിടെ തന്നെ ഇരുന്നു. പ്രകാശിന് അപ്പോൾ എന്തു ചെയ്യണമെന്ന് ഒന്നും തന്നെ മനസ്സിലായില്ല. കുറച്ചു സമയത്തിന് ശേഷം പ്രകാശും പാടത്തേക്ക് ചെന്നു. അവിടെ രമാകാന്ത് കയ്യിൽ കലപ്പയോടെ താനെ പാടം കിളയ്ക്കുന്നത് അദ്ദേഹം കണ്ടു. അച്ഛാ, നിങ്ങൾ എന്തിനാച്ചാ ഈ പണി എടുത്തോണ്ടിരിക്കുന്നേ? നിങ്ങൾ എന്തുകൊണ്ട് ഒരു ട്രാക്ടർ പുതിയതായിട്ട് മേടിക്കാൻ മേല? നമുക്കൊക്കെ അതിനുള്ള കാശില്ല മോനെ. ഉള്ളത് വെച്ച് വേണം ഈ കാലം നീട്ടിക്കൊണ്ടു പോകാൻ. കാശുണ്ടെങ്കിലേ കാര്യമുള്ളൂ മോനെ. ഒരു ട്രാക്ടർ വാങ്ങിക്കണേ എത്ര കാശ് കൊടുക്കണമെന്നറിയോ? അതൊന്നും നടക്കാൻ പോണുള്ള കാര്യമല്ല മോനെ. പ്രകാശിന് ഇത് കണ്ടതും വല്ലാതെ സങ്കടമായി. അവിടെ ഗ്രാമത്തിലുള്ള പാടമെല്ലാം കണ്ടാൽ ആരുടെ കൈവശവും ട്രാക്ടർ ഇല്ല. പിന്നെ പാടത്തിനരികിലായി മുളകൾ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു ആലോചന തോന്നിയത്. എന്താ മോനെ, എന്താ ചെയ്യുന്നത്? എന്തിനാ മോനെ നീ ഈ മുളകളൊക്കെ വലിച്ചു പറിക്കുന്നത്? അച്ഛാ, നിങ്ങളൊന്ന് പതുക്കെ ക്ഷമയോടെ കേൾക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോ, അത് മാത്രം പിന്നെ മതി. രമാകാന്ത് അവിടെ നിന്നും പോയി. പ്രകാശ് ആ മുളകളൊക്കെ എടുത്ത് തന്റെ പണി ചെയ്യാൻ തുടങ്ങി. പിന്നെ രാത്രി പകലായി ആ പണി അദ്ദേഹം തുടർന്നു. അങ്ങനെ പ്രകാശ് ഒരു ദിവസം മുളകൾ ഉപയോഗിച്ച് ട്രാക്ടർ ചെയ്ത് രമാകാന്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അച്ഛാ, നിങ്ങൾ രാത്രി കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നിട്ട് നിങ്ങളെ കൊണ്ടൊരു ട്രാക്ടർ പോലും മേടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഈ ബാമ്പു എല്ലാം പറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ട്രാക്ടർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ അമ്മോ, നീ വലിയവൻ തന്നെയാ മോനെ. വാ മോനെ, നമുക്ക് ആ ട്രാക്ടർ വെച്ചോണ്ടേ ഒഴുവാനുള്ള ജോലി നോക്കാം. രമാകാന്തും പ്രകാശും ആ മുള ട്രാക്ടർ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. കുറച്ചു ദിവസത്തിനകം കൃഷിയും നന്നായിട്ട് വളർന്നു. അവരവരുടെ കൃഷി സാധനങ്ങൾ മാർക്കറ്റിൽ വിൽക്കാനായി ചെല്ലുമ്പോൾ അപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചു, എല്ലാരെക്കാളും വിളവ് അവർക്കായിരുന്നു അധികം. ഫുഡ് ഇൻസ്പെക്ടർ ഇത് പരിശോധിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എന്തു ചോദിച്ചെന്നാൽ, വാവ്, ഇതുപോലത്തെ ഒരു വിളവെടുപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ആരാ അത്? എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ ഇത്രയും നല്ലൊരു കൃഷി ചെയ്തത്.
സാർ ഈ വിളച്ചിലൊക്കെ തന്നത് പ്രകാശനാ. അയാൾ ഇപ്രാവശ്യേ ആ മുള കൊണ്ടുണ്ടാക്കിയ ട്രാക്ടർ കൊണ്ട് നല്ലപോലെ വിളച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിളച്ചിലുള്ള സാധനങ്ങൾക്ക് നല്ല പേര് കിട്ടിയിട്ടുണ്ട് ഗ്രാമത്തിൽ ഈ വട്ടം. നാട് നീളമുള്ള ഈ ട്രാക്ടറിനെ കുറിച്ചുള്ള സംസാരം തന്നെയാണ് സാർ ഇപ്പോ. മുള കൊണ്ടുള്ള ട്രാക്ടറോ? അതെന്ത് ട്രാക്ടറാണത്? അതുമാത്രമല്ല, മുള കൊണ്ട് എങ്ങനെയാ ട്രാക്ടർ ഉണ്ടാക്കാൻ കഴിയുക? നിങ്ങളതൊക്കെ എങ്ങനെ സാധിച്ചു? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ആ പ്രകാശ് എന്ന മുള കൊണ്ട് ട്രാക്ടർ ഉണ്ടാക്കിയ ആ ചെക്കനെ എനിക്ക് തീർച്ചയായും കണ്ടേ പറ്റൂ. വാന്നേ, എന്താ അങ്ങനെ തുറച്ചു നോക്കുന്നത്? വാ പോകാം. ഫുഡ് ഇൻസ്പെക്ടർ കേശവ് പ്രകാശിനെ ചെന്ന് കണ്ടപ്പോൾ പ്രകാശിനോട് സംസാരിച്ചു. എന്നിട്ട് ഒരുപാട് സന്തോഷിച്ചു. എന്നിട്ട് പ്രകാശിനെ ഒരുപാട് പുകഴ്ത്തി. ഇത് കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങളും ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം പ്രകാശ് ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും മുള കൊണ്ടുള്ള ട്രാക്ടർ ചെയ്തു നൽകി. അതിനുശേഷം ആ ഗ്രാമം മുഴുവൻ മുള കൊണ്ടുള്ള ട്രാക്ടർ ഉപയോഗിച്ച് കൃഷി ചെയ്തു. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളുടെ കൃഷിയൊക്കെ നന്നായി വിളവ് നൽകി. അതേ പ്രകാശ്, നീ ഈ മുള കൊണ്ടുള്ള ട്രാക്ടർ ചെയ്ത് ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് നീ ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നീ ശരിക്കും നല്ല ബുദ്ധിമാന കേട്ടോ. ഞാനിപ്പോ കൊടുക്കാൻ പോകുന്ന ഈ ഓർഡറില്ലേ, നീ ചെയ്ത ഈ മുള കൊണ്ടുള്ള ട്രാക്ടറില്ലേ, ഗ്രാമത്തിൽ മാത്രമല്ലാതെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ആവശ്യപ്പെടണം. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യണം. നമ്മുടെ ഗ്രാമം ഇതുകൊണ്ട് മുന്നേറണം. നിന്റെ മെക്കാനിക് മൈൻഡ് ശരിക്കും അറിഞ്ഞാൽ കൊള്ളാം കേട്ടോ. ഓ അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിക്കും സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്തതിൽ ഇത് ഏറ്റവും വലിയൊരു പുണ്യമാണെന്ന് തന്നെയാ പറയേണ്ടത്. കേശവും പ്രകാശും കൂടി ഒരു വലിയ ഉടമ്പടി ഇട്ടു. പതുക്കെ പതുക്കെ പ്രകാശ് സ്വന്തമായി ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. എന്നിട്ട് പണക്കാരനായി മാറി. അദ്ദേഹത്തിന്റെ മുള കൊണ്ടുള്ള ട്രാക്ടർ ഉപയോഗിച്ച് എല്ലാരും കൃഷി ചെയ്യാനും തുടങ്ങി. പിന്നെ കൃഷിയും നന്നായിട്ട് വിളവ് നൽകി. എല്ലാരെയും സഹായിച്ചതിനെ ഓർത്ത് പ്രകാശ് ഒരുപാട് സന്തോഷിച്ചു. കണ്ടില്ലേ മോനെ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ആ ദൈവം എന്ത് ചെയ്താലും ഒരു ന്യായമുണ്ടെന്നുള്ളത്. നിന്റെ മെക്കാനിക്കൽ പഠിപ്പ് സമുദായത്തിന് എന്തെല്ലാം ഉപകാരമുണ്ടെന്നറിയോ? അങ്ങനെ എന്റെ ജോലി പോയില്ല എങ്കിൽ ഈ കാര്യം നമുക്ക് നടക്കുന്നു തോന്നുന്നുണ്ടോ? ഈ മുളകൾ കൊണ്ടുപോകുന്ന ട്രാക്ടർ കിട്ടിയില്ല എങ്കിൽ ഇത്രയും കൃഷിയും ഇത്രയും പച്ചയായുള്ള പുല്ലുകൾ നമുക്ക് കിട്ടുമായിരുന്നോ? പ്രകാശ്, നീ ഞങ്ങൾക്ക് വല്ലാത്തൊരു സഹായമാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ഈ ട്രാക്ടർ ഒന്നും മേടിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു ശരിക്കും പറയണമെങ്കിൽ. നീ പക്ഷെ ഞങ്ങളുടെ കഷ്ടമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടേ ഞങ്ങൾക്ക് ഏറ്റ രീതിക്ക് ഒരു ട്രാക്ടർ നീ ഇപ്പൊ തന്നേക്കുന്നത്. ഞങ്ങൾ നിനക്ക് എന്തോരം നന്ദി പറഞ്ഞാലും അത് തികയത്തില്ല, അറിയാവോ? നിങ്ങൾ എല്ലാവരുടെയും ആശീർവാദം ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് ഒരിക്കലും ചെയ്തിരിക്കാൻ പറ്റത്തില്ല. വളരെ സന്തോഷമുണ്ട്. ഞാനും ഇതുപോലെ തന്നെ വളർന്നു വരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. ജീവിതത്തിൽ എനിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വളരെ നന്ദിയുണ്ട്. പ്രകാശ് തന്റെ കൈകൾ കുമ്പിട്ട് എല്ലാരെയും വണങ്ങി. പിന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് പോലെ എല്ലാരും കൈകൾ തട്ടി. പിന്നെ ഗ്രാമത്തലവനും എല്ലാവരുടെ മുൻപിൽ വെച്ച് അദ്ദേഹത്തെ പ്രശംസിച്ചു. പ്രകാശ് ഇപ്പോൾ എല്ലാവരുടെ കാഴ്ചയിലും വളരെ നല്ലവനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുള ട്രാക്ടർ ചെയ്യുന്നവനെന്ന പേരിൽ പ്രസിദ്ധനായി മാറി. പ്രകാശും രമാകാന്തും ഇപ്പോൾ വലിയ പണക്കാരായി മാറി. പിന്നെ സന്തോഷത്തോടെ അവരുടെ ജീവിതം നയിച്ചു.